നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആത്മാവും ആത്മീയ വളർച്ചയും. എന്നെ പലരും പിന്നെയും വിളിക്കുമ്പോഴെല്ലാം എൻ്റെ മെസ്സേജുകളൊക്കെ കേൾക്കുന്നുണ്ട്, കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ആത്മീയ വളർച്ച, ആത്മാവ് ഇതങ്ങോട്ട് പലർക്കും കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതൊന്നും അങ്ങോട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ല. ഞാൻ എൻ്റെ പല മെസ്സേജുകളിലും പലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്കും ആർക്കും അങ്ങോട്ട് പിടികിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വിശദീകരിച്ച് ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ അറിയാവുന്നവർക്ക് അത് കുഴപ്പമല്ല. പക്ഷെ ഞാൻ ഈ പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം എടുക്കേണ്ടവർക്ക് എടുക്കുക. നമ്മുടെ ദൈവത്തിൽ നിന്നും ഒരു ആത്മാവ്, ദൈവം പുതിയതായി ആ ദൈവത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു ആത്മാവിനെ അയക്കുന്നു. അത് ചിലപ്പം പക്ഷികളായിരിക്കാം, മൃഗങ്ങളായിരിക്കാം, അങ്ങനെ പല രീതിയിലും ആത്മാവ് വന്ന് അവസാനം മനുഷ്യജന്മത്തിലേക്ക് ആ ആത്മാവ് എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ആത്മാവ് ഏത് മനുഷ്യനിലാണോ വരുന്നത്, അപ്പോൾ വരുന്നതിന് ശേഷം ആ ആത്മാവിന്റെ രൂപം ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ രൂപമാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ എന്റെ അകത്ത് ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ എന്നിലിരുന്ന് ആ ആത്മാവ് എത്തേണ്ട രീതിയിലൊക്കെ എത്തി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നത് വരെ ആ ആത്മാവിന്റെ രൂപം എന്റെ തന്നെയായിരിക്കും. അപ്പൊ ആ രൂപത്തിലിരിക്കുന്ന ആത്മാവ് ശരിക്കും ഭൂമിയിൽ വരുമ്പോൾ ആദ്യമേ ഉള്ളൊരു മനുഷ്യന്റെ അകത്തിരിക്കുന്നത് അതിന്റെ അളവ് വളരെ ചെറുതായിരിക്കും. അതായത് ഇപ്പൊ ആ വ്യക്തി ഏത് വ്യക്തിയിലാണ് ഇരിക്കുന്നത്, ആ സമയത്ത് ആ വ്യക്തിയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ അളവ് ഒരു വളരെ ചെറുത്. അപ്പൊ വ്യക്തിയുടെ ഒരു ചെറിയൊരു ഫോട്ടോ അയച്ചാൽ എങ്ങനെ ഇരിക്കും, അത്രേ കാണുള്ളൂ ആത്മാവിന്റെ വളർച്ച. ആ വ്യക്തിയിൽ ഇരുന്നാണ് ആ ആത്മാവ് ഇങ്ങനെ വളർന്ന് ഒരു പരുവത്തിലാവുമ്പോഴേക്ക് വയസ്സാവുന്നു, മരിക്കുന്നു. ആ ആത്മാവ് ആ വ്യക്തിയുടെ ശരീരം വിട്ട് പുറത്തിറങ്ങുന്നു. പുറത്തിറങ്ങുമ്പോൾ ആത്മാവിന്റെ രൂപം എന്താണ്? ആ വ്യക്തിയുടെ രൂപം. കാര്യം അതൊരു എനർജിയാണ്, രൂപമില്ലാത്തൊരു സാധനമാണ്. ഏത് വസ്തുവിൽ ഇരിക്കുന്നു അപ്പോഴും ആ വസ്തുവിന്റെ രൂപത്തിലേ ഉള്ളൂ. ആ രൂപത്തിൽ ഇരിക്കവെയാണ് ആ ചെയ്ത തെറ്റുകളുടെ ശിക്ഷയും കാര്യങ്ങളും അതും എല്ലാം ആ ആത്മാവിനെ അനുഭവിക്കേണ്ടി വരുന്നത്. അതൊക്കെ അനുഭവിച്ച് പശ്ചാത്താപവും കുറ്റബോധമൊക്കെ വന്ന് ദൈവത്തെ നിലവിളിച്ച് കരഞ്ഞ് ഒരു ലെവലാകുമ്പോൾ പിന്നെ ആ ആത്മാവിനെ അടുത്തൊരു ജന്മം കൊടുക്കുമ്പോൾ എപ്പോഴാണോ പിന്നെ അടുത്ത ജന്മം വരുന്നത്, പിന്നെ ആ പുതിയ ജന്മത്തിന്റെ രൂപമായിരിക്കും ഈ ആത്മാവിന്. പക്ഷെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സ് എപ്പോഴും ഒന്നായിരിക്കും. കഴിഞ്ഞ ജന്മത്തിൽ ഓർമ്മ കാണും, അതിന് മുമ്പത്തെ ജന്മത്തിൽ ഓർമ്മ കാണും. ഇപ്പം മരമായിട്ട് വന്നെങ്കിൽ ആ സമയത്ത് മരത്തിന്റെ രൂപത്തിലായിരിക്കും, അത് ഓർമ്മ കാണും. മൃഗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മ കാണും. ഇതെല്ലാം ആ ആത്മാവിന് ഓർമ്മ കാണും. ഈ ആത്മാവ് പുതിയൊരു മനുഷ്യനിലേക്ക് വരുമ്പോൾ ആ പുതിയ മനുഷ്യന്റെ രൂപത്തിലാണ് പിന്നെ ഇരിക്കുന്നത്. അപ്പം ഈ ആത്മാവിന് ഇങ്ങനെ വളരണം. ആ മനുഷ്യന്റെ അകത്തിരുന്നും കൊണ്ട് വേണം ആത്മാവ് വളർന്ന് ഒരു ലെവലെത്തുമ്പോൾ ഈ മനുഷ്യന് വയസ്സാകും. പിന്നെ ആത്മാവിന്റെ ആ മനുഷ്യന്റെ വളർച്ച കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി അടുത്ത ജന്മം. ഇങ്ങനെ പല ജന്മം എടുത്ത് ഈ ആത്മാവ് ശരിക്കും വളർന്ന് ഈ മനുഷ്യന്റെ ഒരു രൂപമുണ്ടല്ലോ അതിനെല്ലാം പുറത്ത് വളരാൻ തുടങ്ങും. അങ്ങനെ വളർന്നു വരുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ മോക്ഷം അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്തുന്ന ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ ആത്മാവ് വളർന്നു വരാൻ വേണ്ടിയിട്ട് ഓരോരോ ആഹാരം, ആത്മാവിന്റെ ആഹാരം കഴിക്കണം. നമ്മൾ ചോറും മതവും കഴിക്കുന്നത് പോലെ ആത്മാവിന്റെ ഒരു ആഹാരമുണ്ട്. ആത്മാവിന്റെ ആഹാരം ഇത്രയേ ഉള്ളൂ. ദൈവം എന്ത് പറഞ്ഞു അല്ലെങ്കിൽ എങ്ങനെയാണോ ജീവിക്കണമെന്ന് പറഞ്ഞത്, എന്ത് പഠിച്ചാണ് വരേണ്ടത്, അത് കറക്റ്റാ ഇവിടെ ജീവിച്ചും പ്രവർത്തിച്ചും പോകുമ്പോഴാണ് ആത്മാവ് വളരണത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ ബോധ മനസ്സുള്ള ഈ വ്യക്തിയെ ഉള്ളിലിരുന്നാണ് അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ ഈ വ്യക്തി അത് തിരിച്ചറിഞ്ഞ് ചെയ്യുന്നില്ല. പക്ഷെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് വന്ന് ഒരു ബാല്യകാലത്ത് ആ സമയത്തൊക്കെ ആത്മാവ് അകത്തിരുന്നും കൊണ്ട് ഈ വളർച്ച അനുസരിച്ച് ചില ആത്മാവ് വരുമ്പോഴേ ഇത്തിരി വളർച്ച കഴിഞ്ഞ ജന്മത്തിലേക്ക് കഴിഞ്ഞിട്ട് ഇത്തിരി ഒരു വളർച്ചയിലായിരിക്കും വരണത്. ഉദാഹരണത്തിന് ഒരു 50% വളർച്ചയിലായിരിക്കും ആ ഒരു കുട്ടിയായിരിക്കുമ്പോഴേ അവന്റെ ഉള്ളിലുള്ളത്. അപ്പൊ എന്ത് വെച്ചാൽ ആത്മാവ് ഒത്തിരി പവർഫുള്ളാണ്. അപ്പൊ ആത്മാവ് അവന് ചില ദർശനങ്ങൾ കാണിച്ചു കൊടുക്കും, ചില കാര്യങ്ങൾ വേണ്ടാന്ന് പറയും, വേണമെന്ന് പറയും, ഇങ്ങനെ അവനെ നയിച്ചു കൊണ്ടുപോകും. അപ്പൊ ആത്മാവ് ഒരു 50% വളർച്ചയിൽ നിൽക്കുന്നെന്ന് വെച്ചോ. ഇപ്പൊ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ആ കുട്ടി വളർന്നൊരു പരുവത്തിലായി കോളേജ് വിദ്യാഭ്യാസത്തിൽ സ്വതന്ത്രനാകുമ്പോൾ യവൻ അല്ലെങ്കിൽ ഈ വ്യക്തി ഭൗതികമായ കാര്യങ്ങളിലേക്ക് ആകർഷിതമായി അച്ഛനമ്മമാരെ കണ്ണു വെട്ടിച്ചും അല്ലെങ്കിൽ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തെറ്റുകൾ ചെയ്തു തുടങ്ങുമ്പോൾ ആത്മാവാകത്തിരുന്നും കൊണ്ട് ആദ്യം വേണ്ട ശരിയാവൂലെന്ന് പറഞ്ഞാൽ പോലും ഈ ബോധമനസ്സിൽ ആകർഷനായ യവൻ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ആത്മാവ് 50 എന്നുള്ളത് അവിടെ ചുരുങ്ങാൻ തുടങ്ങും.
കാരണം ഓരോ രീതിയിലും ദൈവത്തിൽ നിന്ന് തെറ്റി പോകും തോറും ആ വളർന്ന ആത്മാവ് മുരടിക്കാൻ തുടങ്ങും. മുരടിച്ച് ഒരു പരുവത്തിലാകുമ്പോൾ ഈ വ്യക്തിക്ക് പണ്ടുകാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന ആ ദർശനങ്ങളോ ഇൻഫർമേഷൻസുകളോ വെളിപാടോ ഒന്നും പിന്നെ വർക്കിംഗ് അല്ലാതാവും. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. ഇപ്പൊ എന്നെ വിളിക്കുന്ന അനേകർ എന്നെ വിളിച്ചിട്ട് പറയും, ചെറുപ്പകാലത്ത് എനിക്ക് ഓരോ കാര്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു, ചില കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് ആരോ പറയുമായിരുന്നു, നിർദ്ദേശിക്കുമായിരുന്നു, പിന്നെ അതെല്ലാം പോയി സാറേ, പിന്നെ ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ആകെ പ്രശ്നങ്ങളും വിഷയങ്ങളും. പക്ഷെ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നത്. കാര്യം അവർ ജനിച്ച സമയത്ത് അവരുടെ ആത്മാവ് പല ജന്മങ്ങളിലൂടെ പഠിച്ച് ഒരു വളർച്ചയിലാണ് അവരകത്തുണ്ടായിരുന്നത്. പക്ഷേ ആ വ്യക്തി ഈ ഇപ്പോഴത്തെ കാലഘട്ടത്ത് തിന്മ ശക്തിയായി നിൽക്കുന്ന ഈ കാലഘട്ടത്ത് ഈ വ്യക്തി നിന്നത് കാരണം തിന്മയുടെ ശക്തികളും പ്രലോഭനങ്ങളും ഭൗതിക സുഖങ്ങളും എല്ലാം കൂടെ ഈ വ്യക്തിയെ തെറ്റായ രീതിയിൽ എന്തൊക്കെയോ പ്രവർത്തിപ്പിച്ചും ചെയ്യിപ്പിച്ചും ഈ ആത്മാവിന് വളരാൻ പറ്റാത്ത രീതിയിൽ ചുരുക്കിക്കളഞ്ഞു. അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ചുരുങ്ങിയ ആത്മാവിനെ നമ്മൾ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ആ ആത്മാവിന് വേണ്ട ആഹാരം കൊടുത്ത് നമ്മൾ അതിനെ വളർത്തണം. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് ആഹാരം കൊടുത്ത് വളർന്ന ഈ ആഹാരം എന്താണെന്ന് വെച്ചാൽ നീതിയും സത്യസന്ധമായ ഭൂമിയിലെ ജീവിതം. അതായത് ദൈവം ഒരു മനുഷ്യന് എന്താണോ ഭൂമിയിൽ അവനെ ജീവിക്കാനുള്ള ഒരു നിയമം വെച്ചിട്ടുള്ളത് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ആത്മാവ് വളരുന്നത്. അപ്പൊ മുരടിച്ചു പോയ ഈ ആത്മാവിനെയും കൊണ്ട് നമ്മൾ അതിനെ വളർത്താതെ നമ്മൾ മെഡിറ്റേഷനോ ധ്യാനത്തിലോ ഒക്കെ പോയി ഇരുന്നാൽ ഈ മുരടിച്ചിരിക്കുന്ന ആത്മാവ് ആ അളവിൽ നിന്നുകൊണ്ട് തന്നെ അടുത്ത ഡയമെൻഷനിലൊക്കെ പോയി ചില കാര്യങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരും. പക്ഷെ ആത്മാവ് അങ്ങോട്ട് വളരുന്നില്ല. കാരണം ആത്മാവിനെ നമ്മൾ സ്വതന്ത്രമാക്കിയ ഉപബോധ മനസ്സ് ഉണരുമ്പോൾ ഈ അകത്തിരിക്കുന്ന ആത്മാവ് ഇപ്പം 50% ഉള്ള ആത്മാവാണെങ്കിലും 5% ഉള്ള ആത്മാവാണെങ്കിലും 10% ഉള്ള വളർച്ചയുള്ള ആത്മാവാണെങ്കിലും നമ്മൾ ഉപബോധ മനസ്സ് ഉണരുമ്പോൾ ഈ ആത്മാവ് സ്വതന്ത്രമായിട്ട് അടുത്ത ഡയമെൻഷനിൽ അടുത്ത തലത്തിലൊക്കെ പോയി എന്തെങ്കിലും കാണും. പക്ഷെ ആ 50% അല്ലെങ്കിൽ 40% വളർച്ചയുള്ള ആത്മാവിന് എത്രയാണോ അതിന്റെ കഴിവ് അതനുസരിച്ച് എന്തെങ്കിലും കണ്ടു തിരിച്ചു വരുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആത്മാവിനെ ആദ്യം വളർത്തി ഒരു 70, 80, 90% എത്തിക്കണം. എത്തിച്ചതിന് ശേഷം നമ്മൾ പോയി ധ്യാനവും മെഡിറ്റേഷൻ ചെയ്തു നോക്കുമ്പോൾ അത്രയും പവറുള്ള ആത്മാവ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും കാണുകയും സത്യങ്ങൾ തിരിച്ചറിയുകയും നമുക്ക് നിർദ്ദേശം തരികയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ ഒട്ടും വളർച്ചയില്ലാത്ത ആത്മാവും മെഡിറ്റേഷൻ സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ട്, ഇപ്പൊ വേറെ വിഷയങ്ങളോ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് നമ്മൾ കടിച്ചു പിടിച്ചൊക്കെ ഇരുന്നാൽ നമ്മൾ അഥവാ ഒരു ഹാഫ് ഉറക്കത്തിലോട്ട് പോകുമ്പോൾ ഈ ആത്മാവ് നമ്മളിൽ നിന്ന് സ്വതന്ത്രമായി പുറത്തോട്ട് വരും. പക്ഷെ അതിന് വളർച്ചയില്ല എന്നുള്ള കാര്യം ഓർക്കണം. ആത്മാവ് വളരാൻ വേണ്ടിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവം ഭൂമിയിൽ എന്ത് നിയമം പാലിച്ച് ജീവിക്കാനാണോ ആത്മാവിന് വിട്ടത് ആ നിയമം പാലിച്ച് ഈ ആത്മാവിന് ജീവിക്കാൻ പറ്റിയാൽ മാത്രമേ ആത്മാവ് വളരുള്ളൂ. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ അവസ്ഥകൾ ഇതെല്ലാം നെഗറ്റീവ് ശക്തികൾ ആത്മാവിന് വളരാൻ പറ്റാത്ത ലെവലിൽ നമ്മളെ ട്രാപ്പ് ചെയ്ത് കുരുക്കിക്കളയും. അപ്പൊ ഈ കുരുങ്ങിക്കിടക്കുന്ന മനുഷ്യന് സ്വാഭാവികമായിട്ടും നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ വഴിയിലൂടെ തന്നെ പോകേണ്ടി വരും. അവന്റെ മുന്നിൽ തുറന്നു വരുന്ന വഴിയിലൂടെ എല്ലാം സഞ്ചരിക്കും. പക്ഷെ ഇതെല്ലാം ദൈവത്തിന്റെ കണ്ണിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ കണ്ണിൽ തെറ്റായ വഴികളായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട്. കുട്ടി എന്ന് വെച്ചാൽ പ്രായമുള്ള ആള്. ചെറുപ്പകാലത്ത് പണ്ട് മുതലേ ഈ ഇറച്ചിയും അല്ലെങ്കിൽ ഈ ആന്തരിക അവയവങ്ങൾ കരള് ഇതൊക്കെ അവന് അലർജിയാണ്. അവന്റെ അച്ഛനും അമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട എനിക്കതിന്റെ മണം പിടിക്കുന്നില്ല അമ്മ എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യും ചെറുപ്പകാലത്ത്. പക്ഷെ അവൻ കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചേർന്ന് ഇത്തിരി മദ്യപാനവും അതൊക്കെ തുടങ്ങിയതിന് ശേഷം അവൻ ആ മദ്യത്തിന്റെ കൂടെ ടച്ചിങ്സ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ കൂടെ ഇതായിട്ട് പിന്നെ ചെറിയ രീതിയിൽ കരള് ഇതൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ നല്ല രീതിയിൽ ഈ കുടൽ ആന്തരിക അവയവങ്ങളും പോട്ടി എന്നൊക്കെ പറഞ്ഞ കുടല് ഇതെല്ലാം കൂടെ തിന്ന് ആ ലെവലിലേക്ക് ആയിപ്പോയി. ശരിക്കും പറഞ്ഞ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടിക്കാലത്ത് അവൻ കറക്റ്റ് ആയിരുന്നു. കാര്യം അവന്റെ ആത്മാവ് എത്ര പവർഫുൾ ആയിട്ടാണ് അകത്ത് വന്ന് ജനിച്ചത്, ആ ആത്മാവത്തിൽ പവറിലിരിക്കുകയായിരുന്നു. പക്ഷെ പുറമേ ഉള്ള സാഹചര്യത്തിലൂടെ ഈ വളർന്നു വന്ന ഈ കുട്ടിയെ നെഗറ്റീവ് ശക്തികൾ കൂടുതൽ തെറ്റിലോട്ട് കൊണ്ടുപോയത് കാരണം വളർന്നിരുന്ന ആത്മാവ് മുരടിക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്ത് എന്നെ വിളിക്കുന്നവരും എന്നെ സമീപിക്കുന്നവരും അല്ലെങ്കിൽ ഈ ധ്യാനത്തിലോട്ടൊക്കെ വിഷയങ്ങളും പ്രശ്നങ്ങളെന്ന് പറഞ്ഞ് പോകുന്നവരെല്ലാവരും വിചാരിച്ചു കൊള്ളണം നിങ്ങളുടെ ഉള്ളിൽ ശക്തമായ ഒരു ആത്മാവ് പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ദൈവത്തിന്റെ പ്ലാനില് ദൈവത്തിന് ആവശ്യമുള്ള ചില വ്യക്തികൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ദൈവത്തിലേക്ക് മോക്ഷത്തിലേക്ക് വരാൻ പാകത്തിന് വേണ്ടിയിട്ടുള്ള ചില ശക്തമായ ആത്മാക്കളായിട്ടാണ് ഭൂമിയിൽ നിങ്ങൾ എല്ലാവരും ജനിച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അച്ഛൻ പറയുന്നത് കേട്ടും അമ്മ പറയുന്നത് കേട്ടും ആൾക്കാർ പറയുന്നത് കേട്ടും ജോലി കിട്ടാൻ വേണ്ടിയിട്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ടും വിവാഹം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി അകത്ത് ശക്തമായിരുന്ന ആത്മാവിനെ നിങ്ങൾ തന്നെ മുരടിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ ഭാഗ്യത്തിന് ദൈവം കറക്കി തിരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പൊ എന്നെ പൊക്കി പറയുന്നതല്ല, ഈ സത്യങ്ങളൊക്കെ അറിയാമെന്നുള്ള എന്റെ അടുത്ത് നിങ്ങൾ എത്തിയെങ്കിൽ ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ മുരടിച്ച ആത്മാവിനെയും കൊണ്ട് ധ്യാനത്തിലിരിക്കുകയല്ല ചെയ്യേണ്ടത്. ആദ്യം ഈ മുരടിച്ച ആത്മാവിനെ ഒന്ന് ശക്തിയാക്കണം, ഒന്ന് പവർഫുൾ ആക്കണം.
എന്നിട്ട് ആ പവർഫുള്ളായ ആത്മാവിനെ കൊണ്ട് ധ്യാനത്തിലിരുന്നാൽ നമുക്ക് അതിൻ്റെതായ ഗുണമുണ്ട്. മറ്റത് വരെ പ്രയോജനമൊന്നും വരില്ല. അപ്പം ഈ ആത്മാവിനെ പവർഫുൾ ആക്കാനായിട്ടുള്ള ഒറ്റ വഴി ഇതേ ഉള്ളൂ. എന്നോട് ദൈവം എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ് മനുഷ്യന്റെ സത്യസന്ധവും നീതിയുമായ ജീവിതം. നമ്മൾ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പറയുന്ന കള്ളങ്ങളും കപടത്തരങ്ങളും കള്ളത്തരങ്ങളും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആത്മാവിന് ഇഷ്ടമില്ല. ഇതൊന്നും ചെയ്ത് മുരടിക്കാനല്ല ആത്മാവ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇതിനൊക്കെ അതിജീവിച്ച് ജയിച്ച് ആ ആത്മാവിന് ബാക്കിയും കൂടെ വളരണം. പക്ഷെ നമ്മളത് സമ്മതിക്കുന്നില്ല. ഇനി ചെയ്തു നോക്ക്. അപ്പൊ ഇത് നമ്മൾ സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ, നമ്മുടെ സിറ്റുവേഷൻ അതാണ്, വീട്ടുകാരെ പ്രശ്നം, ഇതൊക്കെ വെച്ചിരുന്നാൽ നമ്മൾ ആത്മാവിന് വളരാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഇതിനെയൊക്കെ ഭേദിച്ച് നമ്മൾ ഒരു ലെവലിൽ വളർന്നു വരുമ്പോൾ തുടക്കത്തിലൊരു പാടേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ആത്മാവ് ഒന്ന് പവർഫുൾ ആയി കഴിഞ്ഞാൽ നോക്കിക്കോ, ഈ ആത്മാവിന്റെ ആ ശക്തി, ഈ ആത്മാവ് എത്രത്തോളം ആത്മാവ് വളരുന്നു അതനുസരിച്ചാണ് നമ്മളെ സഹായിക്കുന്ന അദൃശ്യ ശക്തികൾ നമ്മളെ സഹായിക്കുന്നത്. ഒട്ടും വളർച്ചയില്ലാത്ത ആത്മാവിന് അദൃശ്യ ശക്തികൾക്ക് അത്രേ സഹായിക്കാൻ പറ്റുള്ളൂ. അതായത് ദേവന്മാർക്കോ അല്ലെങ്കിൽ ഈ മാലാഖമാർക്കൊക്കെ നമ്മുടെ ആത്മാവിന്റെ പവർ അനുസരിച്ച്, അതിന്റെ വളർച്ച അനുസരിച്ചാണ് അവരുടെ സഹായം. അപ്പൊ നമ്മൾ എത്രത്തോളം വളർത്തുന്നോ അത്രത്തോളം പുറമെ നിൽക്കുന്ന അദൃശ്യ ശക്തികളുടെ സഹായം കൂടിക്കൂടി വരും. അങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സിറ്റുവേഷൻസും കാര്യങ്ങളെല്ലാം താനെ മാറാൻ തുടങ്ങും. കാരണം അത് അവർ നോക്കിക്കോളും. അങ്ങനെ മാറി മാറി വരുന്നു, നമുക്ക് കൂടുതൽ വളരാൻ പറ്റുന്നു, പിന്നെ സിറ്റുവേഷൻസ് മാറുന്നു, പിന്നെയും വളരാൻ പറ്റുന്നു. അങ്ങനെ ആദ്യം വളർത്തി നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം ആദ്യമേ സോൾവ് ചെയ്യണം. ഇങ്ങനെ സോൾവ് ചെയ്ത് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമൊക്കെ ആയി വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ ആത്മാവ് കുറച്ച് പവർഫുൾ ആയി കഴിഞ്ഞു. ഇനി വേണം നമ്മൾ ശരിക്കും മണിക്കൂറോളം അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് ധ്യാനവും മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് അതിലോട്ടൊക്കെ പോകേണ്ടത് ആത്മാവിനെ വളർത്തിയതിനു ശേഷമാണ്. അപ്പൊ നമ്മളകത്ത് നമ്മളെ പോലെ ഇരിക്കുന്ന ഈ ആത്മാവാണ് ശരിക്കും പറഞ്ഞാൽ വളർന്നു വരേണ്ടത്. ഇത് വളർന്നൊരു ലെവൽ കഴിയുമ്പോൾ നമ്മളെ ശരീരത്തിൽ നിന്നും പുറമേ അത് വളരാൻ തുടങ്ങും. അതിനാണ് ഈ ഓറ നമ്മളിൽ നിന്ന് വലുതാവുമെന്ന് പറയും. എത്രത്തോളം വലുതാവും അത്രത്തോളം നമുക്ക് നല്ലതാണ്, അത്രയും പവർഫുള്ളായി. ഇതാണ് ശരിക്കുള്ള പ്രോസസ്സ്. അപ്പോൾ ആത്മാവ് എന്താണെന്നും ആത്മീയ വളർച്ച എന്താണെന്നും അറിയാം. അപ്പൊ ആത്മാവ് വളർന്നാലേ നമുക്ക് ആത്മീയമായി വളരാൻ പറ്റുള്ളൂ. മുരടിച്ചിരിക്കുന്ന ആത്മാവിനെ വെച്ചും കൊണ്ട് എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലോ എത്ര ധ്യാനിച്ചാലോ ആത്മാവ് വളരില്ല. ആത്മാവിന് വളരാൻ വേണ്ടി ഒറ്റ ആഹാരമേ ഉള്ളൂ, സത്യസന്ധവും നീതിയുമായ ഭൂമിയിലെ ജീവിതം. ദൈവം വെച്ചിരിക്കുന്ന അല്ലെ പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ചുള്ള ജീവിതത്തിൽ നമ്മുടെ ആത്മാവ് വളരും. ഓക്കെ, ബാക്കി ഇനി അടുത്ത്.